നമസ്കാരം. കേന്ദ്ര സർക്കാർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അരിക്ക് നമുക്ക് പ്രളയകാലത്ത് നമുക്കിവിടെ വിതരണം ചെയ്ത അരിക്ക് കാശ് മേടിച്ചു, എയർലിഫ്റ്റിങ്ങിൻ്റെ കാശ് മേടിച്ചു. അതോടൊപ്പം ഇപ്പം വേണ്ട നമ്മുടെ വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായ ഭാഗത്ത് അവിടെ എയർലിഫ്റ്റ് ചെയ്തതിൻ്റെ പൈസയും തിരിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനല്ലേ? നമ്മളിതെല്ലാം ഒപ്പിച്ചു കൊടുക്കണം. ഒപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ എല്ലാവരുടെയും ചിലവ് നമ്മൾ നോക്കേണ്ടി വരും. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ പൈസയും നോക്കുക നമ്മളാണെന്ന് നമുക്കറിയാം. ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുമാണ്, കേരളക്കാർ മാത്രമല്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ നമുക്ക് അവിടെ ചൂരൽമല ഉണ്ടക്കി ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ 2000 ചില്ലാനും കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്ലീസ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഒരു ടൗണ് തന്നെ അല്ലെങ്കിൽ ഒരു നാട് തന്നെ ഇല്ലാതായ അവസ്ഥയിലാണ് ഞങ്ങൾ വയനാടുകാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതായത് നമുക്ക് കുറച്ച് പൈസ വേണം, നമുക്ക് അത്യാവശ്യമാണ്, നമുക്കിതില്ല. അപ്പോൾ ഉടൻ നമ്മുടെ വി മുരളീധരൻ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തത്വജ്ഞാനി അല്ല ധനതത്വ ശാസ്ത്രജ്ഞനായിട്ടുള്ള മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അതെങ്ങനെ പറയാൻ കഴിയും? നമുക്കൊരു നാടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആകെപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് 2-3 വാർഡ് എന്ന് പറഞ്ഞു കളഞ്ഞു. അപ്പം ഇവിടെ ഒരു പറയുന്ന അപ്പം സ്വരാജ് വന്നിട്ട് പറഞ്ഞു, സ്വരാജ് അറിയാമല്ലോ, നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗൗരവതരമായി സംസാരിക്കുകയും കാര്യങ്ങളിൽ എന്തെങ്കിലും കാമ്പുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരാളാണ് എം സ്വരാജ്. അപ്പോൾ എം സ്വരാജ് പറഞ്ഞു, RSSകാരന് ആർക്ക് ഒരിക്കലും മനുഷ്യനാകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നു. RSSകാരനായ ഒരാൾക്ക് നമുക്കറിയാം, നരേന്ദ്രമോദിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഡിസാസ്റ്റർ ടൂറിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു പുതിയ വാക്കാണ് ഡിസാസ്റ്റർ ടൂറിസ്റ്റ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഒരു ടൂറിസ്റ്റിനെ പോലെ ഒരു വിനോദസഞ്ചാരിയെ പോലെ എത്തിച്ചേരുക, അവിടെ എല്ലാം നടന്ന് കാണുക, കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഒരു ഭാവഭേദവുമില്ലാതെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ആൾക്കാരെയാണ് ഡിസാസ്റ്റർ ടൂറിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് പൊതുവിൽ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ത്വരയുണ്ട്. ഈ സാഡിസ്റ്റിക് മനോഭാവം മനുഷ്യൻ്റെ മനസ്സിൽ കൂടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്തരം ഈ മരണ വീടുകളിൽ പോയി കരച്ചിൽ കേട്ടില്ലെങ്കിൽ അയ്യേ ഇവരെന്തൊരു നാട്ടുകാരാണ്, ഇവർക്ക് വീട്ടുകാർക്ക് ഈ പറയുന്ന മരിച്ച മനുഷ്യനോട് സ്നേഹമൊന്നും ഇല്ലല്ലേ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കണ്ണീര് കാണുക, അതിൽ നിന്നൊരു സന്തോഷം ആനന്ദം അനുഭവിക്കുക, ഇതൊക്കെയാണ് അവർ ഈ സാഡിസ്റ്റുകളുടെ ഒരു പ്രധാന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്ന് പറയുന്ന പോലെ ഡിസാസ്റ്റർ ടൂറിസ്റ്റുകളുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ അതാണ്. അവർ ഈ പറയുന്ന ഡിസാസ്റ്റർ ദുരന്തങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും. അപ്പോൾ അവിടെ ജനങ്ങൾ ഇങ്ങനെ കണ്ണീരോടുകൂടി പറയുകയാണ്, എൻ്റെ വീടുകൾ നഷ്ടപ്പെട്ടു, എൻ്റെ തൊഴിലിടങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ സർവ്വതും നഷ്ടപ്പെട്ടു, എൻ്റെ പുരുഷായുസിൻ്റെ അധ്വാനം മുഴുവൻ ഉരുളെടുത്തു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ചങ്ക് പിടഞ്ഞു വരുന്ന വാക്കുകളുണ്ട്. അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനൊരു വലിയ വിലയുണ്ട്, അവരുടെ ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിലയുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലിങ്ങനെ ഒരു ആനന്ദ നിർവൃതി അടയുന്ന ചില ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഡിസാസ്റ്റർ ടൂറിസ്റ്റുകൾ എന്ന് സംശയലേശമന്യേ നമുക്ക് വിളിക്കാൻ കഴിയും. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. കാര്യം ഇവിടെ അദ്ദേഹം വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, സുരേഷ് ഗോപി ഒരു വലിയ ബൂട്ടൊക്കെ വലിച്ചു കയറ്റിയിട്ട് അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ചുകൊണ്ട്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ പവറിന് വേണ്ടിയിട്ട് വെച്ചൊരു ഗ്ലാസ്സുമാകാം, ഞാൻ എന്തെങ്കിലും ഒരു കറുത്ത കണ്ണടയൊക്കെ വെച്ചിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിൽക്കുന്ന ഒരു ജവാനെ പോലെ തല ഉയർത്തി പിടിച്ച് പ്രധാനമന്ത്രിക്ക് എന്തോ സംരക്ഷണം ഞാൻ ഇപ്പോൾ കൊടുത്തേക്കും എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് നിൽക്കുന്നത് പലപ്പോഴും ആ മുണ്ടക്കൈ ഭാഗങ്ങളിലും ചൂരൽമല ഭാഗങ്ങളിലും ഒക്കെ പോയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച അതാണ്. മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അത് കാണുകയും ചെയ്തതാണ് എന്നുള്ളതാണ് അതിനകത്തിലൊരു രസം. അങ്ങനെ അദ്ദേഹം അവിടെ വരുന്നു, കൊച്ചു കുട്ടികളോട് സംസാരിക്കുന്നു, കുഞ്ഞുങ്ങളോട് അടുത്തിരുന്നു കൊണ്ട് അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥമായിട്ടായിരിക്കണം. അപ്പോൾ അവിടെ വരുന്നു, കുഞ്ഞുങ്ങൾ മുഖത്ത് തലോടുമ്പോൾ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ക്ഷമയോടുകൂടി ഒരു മുത്തശ്ശനെ പോലെ പ്രധാനമന്ത്രി നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു സന്തോഷം തോന്നും. കാര്യം നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ സാധാരണക്കാർക്കിടയിലേക്ക് വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് മനസ്സിലാക്കുന്നു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ 2-3 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുഖത്ത് തലോടുമ്പോൾ യാതൊരു അസ്വാരസ്യവുമില്ലാതെ അവരുടെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ സത്യത്തിൽ ഒരു നിഷ്കളങ്കനായ ഒരു മലയാളിക്ക് നമ്മുടെ ഉള്ളിൽ ഒരു കുളിരുണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ടായിരുന്ന ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന ക്യാമറമാർക്ക് നല്ല നല്ല ചിത്രങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകമായിരുന്നു എന്ന് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതായത് ഇവിടെ നിന്ന് പോകുന്നു, ഇവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം നമ്മുടെ കേരളത്തെ പാടെ തഴയുന്നു, എന്നിട്ട് ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു, പാക്കേജുകളൊന്നും അനുവദിച്ചു തരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇതൊക്കെ
സത്യത്തിൽ ഒരു ഭരണാധികാരിക്ക് ചേരുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഫലത്തിൽ നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ സ്വരാജ് പറഞ്ഞ വാക്കുകളോട് നമുക്ക് ചിലപ്പോൾ ഒരു താല്പര്യം തോന്നിയേക്കാം, ഡിസാസ്റ്റർ ടൂറിസ്റ്റ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, RSSകാരൻ ഒരിക്കലും മനുഷ്യനാകാൻ കഴിയില്ല, RSSകാരനെന്നും RSSകാരനായിരിക്കാൻ മാത്രമേ കഴിയൂ. ഇന്ന് വളരെ പ്രസക്തിയുള്ള വാക്കുകളാണ്. മറ്റുള്ളവരുടെ കണ്ണീരിനോട് അലിയാൻ കഴിയുന്ന ഒന്നല്ല RSSകാരൻ്റെ മനസ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കാര്യം അദ്ദേഹം ഒരു സംഘപരിവാറുകാരനാണ്. നമുക്ക് പ്രധാനമന്ത്രി എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴും അദ്ദേഹം ഒരു RSS അനുഭാവമുള്ള RSS വളർത്തിയെടുത്ത ഒരു മനുഷ്യനാണ്, ഒരു കർസേവകനായിരുന്നു നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. ആ നരേന്ദ്രമോദിയാണ് പിന്നീട് കൺവെർട്ട് ചെയ്ത് ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രിയായി മാറുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് എപ്പോഴും അദ്ദേഹം ഒരു കർസേവകനാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതാ ഒരു RSSകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനുഷ്യനാവാൻ കഴിയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം വെറും മനുഷ്യരൂപം മാത്രമാണ് നരേന്ദ്രമോദി, അല്ലേ? മനുഷ്യ ഹൃദയങ്ങളെ കാണാൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയമില്ല എന്ന് കൂടി സ്വരാജ് പറയുന്നു. നമുക്കും അങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഇപ്പം ഇത് കേൾക്കുന്ന പലരും എനിക്കെതിരെ പടവാളെടുത്തുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും പറയാം, നരേന്ദ്രമോദിക്ക് സ്വരാജ് പറഞ്ഞതനുസരിച്ച് മനുഷ്യ രൂപം മാത്രം, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളുടെ എല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ഒരാളെ കാണുമ്പോൾ അവരെ സഹായിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്നാണ് തോന്നേണ്ടത്. 4 ക്യാമറകൾ 4 പാടും വെച്ചുകൊണ്ട് ഒരാളെ സഹായിക്കുന്നതിലല്ല അർത്ഥം. അങ്ങനെ സഹായിക്കുന്നത് അതിനെ സഹായം എന്നല്ല പറയുന്നത്, അത് മറ്റെന്തോ ഒരു പ്രകടനം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വരാജിൻ്റെ വാക്കുകളോട് നമുക്ക് പരിപൂർണമായി ഒരു മലയാളി എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാരനായി ചിന്തിക്കാതെ ഒരു സാധാരണ മലയാളി എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് തന്നെയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സംസ്ഥാനത്തിൽ നിന്ന് എടുത്തു ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സംസ്ഥാനത്തിലെ നമുക്കറിയാം, നമ്മുടെ മലയാളികൾ ഒന്ന് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ മലയാളികൾ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തതൊന്നും അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ. എങ്കിലും കേന്ദ്രത്തിന് ചില കടമകളില്ലേ, നമ്മളെ സഹായിക്കുക എന്നുള്ള ചില കടമകളില്ലേ? അത്തരം കടമകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ നമ്മുടെ ഭരണാധികാരികൾക്ക് നേരിടേണ്ടി വരുന്നത്. വയനാടിനിപ്പോൾ ഒരു MP ഉണ്ട്, പ്രിയങ്ക ഗാന്ധി. അവിടെ ഒരു സമരത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു, MP-മാരെ എല്ലാം കൂട്ടിക്കൊണ്ട്. കാര്യം കേന്ദ്രം കേരളത്തോട് വിശിഷ്യ നമ്മുടെ വയനാടിനോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ MP-മാരെ കൂട്ടിക്കൊണ്ട് സമരം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്നോ ആ സമരം? ആ സമരം നടന്നിട്ടില്ല. നമ്മൾ അന്വേഷിച്ചാൽ അറിയാം. സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം വന്നിട്ട് ആ സമരത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പിന്മാറുകയാണ് ഉണ്ടായത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സംഫാലിൽ തടഞ്ഞു വെച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം സംഭവമാണ്. എന്നിട്ട് ഈ പ്രിയങ്ക ഗാന്ധി എന്താണ് ചെയ്യുന്നത്? കേന്ദ്രത്തെ മാത്രം കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. കേന്ദ്രത്തെ മാത്രം കുറ്റം പറയാതെ സംസ്ഥാനത്തെ കൂടി ചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വയനാടിനോട് അവഗണന കാട്ടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് കിട്ടേണ്ട നികുതി അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു വലിയ സമരം നയിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ മന്ത്രിമാരടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അതിൽ കോൺഗ്രസ് പാർട്ടി വിട്ടുനിന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ കേരളത്തോട് കാട്ടുമ്പോൾ അതിനെ രാഷ്ട്രീയമായി കാണുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ മുതലെടുപ്പ് നടത്താം? ഒരു CPM-നുണ്ടാകുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനുണ്ടാകുന്ന CPM സർക്കാർ നിലനിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രം ഇങ്ങനെ ഒരു അവഗണന നടത്തുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും ഇവിടെ ഭരണപക്ഷത്തെ കുറ്റം പറയാനുള്ള ഉപാധിയാക്കി അല്ലെങ്കിൽ കുറ്റം പറയാനുള്ള മാർഗമാക്കി മാത്രം ഇവരിതിനെ കാണുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിയെ കാണാൻ പോയ ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ കേരളം. അത് നമ്മൾ മറന്നു പോകരുത്. അത് ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും പോയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയ ഉള്ളവരുടെ നാടാണ് നമ്മുടെ കേരളം എന്ന് പ്രിയങ്ക ഗാന്ധി ഒരിക്കലും മറക്കരുത്. കാര്യം, നിങ്ങളെ ജയിപ്പിച്ചു വിട്ട പ്രിയങ്ക ഗാന്ധിക്ക് വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങളെ ജയിച്ചു വിട്ടത് വയനാടുകാർ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വൈഷമ്യങ്ങളെ തരണം ചെയ്തു കൊടുക്കാൻ, അവർക്ക് കൈത്താങ്ങായി, ഒരു കൂട്ടാളിയായി എന്നും പ്രിയങ്ക ഗാന്ധി ഒപ്പം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ ജനങ്ങൾ കണ്ണും പൂട്ടി പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത്.
അപ്പോൾ അങ്ങനെ അവരുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കരുത്. പിന്നെ പലപ്പോഴും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ എം സ്വരാജിൻ്റെ ഒരു വീക്ഷണം, ആ വീക്ഷണത്തോട് നമുക്കൊരു പക്ഷേ യോജിക്കേണ്ടി വരും ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്. ഡിസാസ്റ്റർ ടൂറിസ്റ്റാണ്, അതോടൊപ്പം തന്നെ ഒരു സംഘപരിവാറുകാരനല്ല RSSകാരന് ഒരിക്കലും ഒരു മനുഷ്യനായിരിക്കാൻ കഴിയില്ല. മനുഷ്യരൂപം മാത്രം പോരാ, അതിനുള്ളിൽ ഒരു മനുഷ്യ ഹൃദയം കൂടി ആവശ്യമാണ്.